വർഷത്തിൽ 3 തവണ കൊടിയേറ്റോടും ആറാട്ടോടും കൂടി 10 ദിവസത്തെ ഉത്സവം നടക്കുന്ന അപൂർവ ക്ഷേത്രം. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രം. പരശുരാമൻ പൂജിച്ചിരുന്ന ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം. കൂടാതെ ക്ഷേത്രപ്രതിഷ്ഠയുടെ സമയത്ത് വിഗ്രഹത്തിൽ ജീവകലശാഭിഷേകം നടത്തിയത് പരശുരാമനാണെന്നുമാണ് കരുതിപ്പോകുന്നത്. പഴയ തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന 7 ക്ഷേത്രങ്ങളിലൊന്ന്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ കാലുകുത്തിയ സ്ഥലം എന്ന അർത്ഥത്തിൽ ഹരിപാദപുരം എന്നും കാലക്രമേണ അത് ലോപിച്ച് ഹരിപ്പാടായി എന്നുമാണ് പറയപ്പെടുന്നത്. പ്രശസ്തി കൊണ്ടും വലിപ്പം കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും നിർമ്മാണത്തിലെ വ്യത്യസ്തത കൊണ്ടും വേറിട്ടു നിൽക്കുന്ന ശിവ വിഷ്ണു സുബ്രഹ്മണ്യ ഭാവങ്ങൾ ഒത്തൊരുമിച്ച ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. 7 ഏക്കറോളമുള്ള മതിലകവും ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിലും ഗോപുരങ്ങളും ദാരുശില്പങ്ങളും ആനക്കൊട്ടിലും മയിലിനെ ശിരസ്സിലേറ്റുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരവുമെല്ലാം ഹരിപ്പാട് ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ദിവസേന നവകാഭിഷേകവും പഞ്ചഗവ്യ അഭിഷേകവും നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന്. കേരള പഴനി, തെക്കൻ പഴനി എന്നീ പേരുകളിൽ പുകഴ്പെറ്റ ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹമാണ് ഇവിടെ ഉള്ളതെങ്കിലും അതിന് കൃത്യമായ വ്യക്തതയില്ലെന്നാണ് പറയപ്പെടുന്നത്. പുറകിലെ വലതു കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടതു കൈയിൽ പാഞ്ചജന്യവും മുന്നിലെ ഇടതു കൈയിൽ തലകീഴായി ഗദയും കാണാം. ഇത് വൈഷ്ണവ ഭാവം സൂചിപ്പിക്കുന്നു. കൂടാതെ ഇടത്തെ ചുമലിൽ തൂക്കിയ തൃശൂലവും ശിരസിലെ ചന്ദ്രക്കലയും ശൈവഭാവവും സൂചിപ്പിക്കുന്നു. വലത്തെ ചുമലിലുള്ള വേലാണ് സുബ്രഹ്മണ്യ ഭാവം കാണിക്കുന്നത്. ആദ്യം വിഷ്ണുവായി സങ്കല്പിക്കപ്പെട്ടിരുന്ന ഭഗവാനെ പിന്നീട് ശിവനും ഒടുവിൽ ശിവപുത്രനായ സുബ്രഹ്മണ്യനാവുകയായിരുന്നു എന്നാണ് കഥ. ദേവസേനാപതിയുടെ ഭാവത്തിൽ ത്രിമൂർത്തികളുടെ ചൈതന്യത്തോടെ വിളങ്ങുന്ന സുബ്രഹ്മണ്യൻ്റെ ഭാവമാണ് പ്രതിഷ്ഠയ്ക്കുള്ളതെന്ന് ഇന്ന് വിശ്വസിച്ചു പോരുന്നു. മേടം, ചിങ്ങം, ധനു എന്നീ മാസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉത്സവങ്ങൾ നടത്തുന്നത്. മേടമാസത്തിൽ വിഷുനാളിൽ കണി കണ്ട് കൊടിയേറി 10-ാമതയം ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്തൊരു പ്രത്യേകതയാണ്. കൂടാതെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, മകരമാസത്തിലെ തൈപ്പൂയം, തുലാമാസത്തിലെ സ്കന്ധാഷ്ടമി തുടങ്ങിയവയും അതിവിശിഷ്ടമാണ്. ഉപദേവതകളിൽ തെക്കോട്ടും കിഴക്കോട്ടും ദർശനമായി 2 ഗണപതി പ്രതിഷ്ഠകളും ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയും അയ്യപ്പസ്വാമിയും ഗോശാലകൃഷ്ണനും നാഗദൈവങ്ങളും മറ്റു ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണാത്ത കുരുതിക്കാമനും കൂടാതെ പഞ്ചമീദേവിയും യക്ഷിയമ്മയും ഒക്കെയുണ്ട്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ദർശിച്ചിട്ടാണ് മടങ്ങാറ്. എല്ലാ വിശ്വാസികൾക്കും ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകട്ടെ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.